നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാദമി. ഡെവലപ്പ് യുവർ കെമിസ്ട്രി വിത്ത് കെമിസ്ട്രി മൈസെൽഫ് ഫാനി സ്മിത. ഇന്ന് നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനുള്ള പ്രിപ്പറേറ്ററി വീഡിയോസ് ആരംഭിക്കാം. 4-5 വീഡിയോസേ ടീച്ചർ ചെയ്യുള്ളൂ. അതിൽ വളരെ കണ്ടൻസ് ചെയ്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ടോപ്പിക്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്വിക്ക് റിവിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അതിൽ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രിയാണ്. ഫസ്റ്റ് ടോപ്പിക്ക്. അതിൽ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കെമിസ്ട്രി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 2 ടേംസ് നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഒന്ന് AZT, ഒരു ഡ്രഗിൻ്റെ പേരാണ് അസിഡോതൈമിഡിൻ. ഈ മരുന്ന് നമ്മൾ എയ്ഡ്സ് എക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എയ്ഡ്സ്. അതുപോലെ സിസ്പ്ലാറ്റിൻ. സിസ്പ്ലാറ്റിൻ ഇസ് ദി നെയിം ഓഫ് അനദർ ഡ്രഗ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. അപ്പോൾ ഈ 2 ഡ്രഗ്സിൻ്റെ പേര് ഓർത്തിരിക്കുക. പിന്നീട് മാറ്ററിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. മാറ്ററിൻ്റെ 2 ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾക്കറിയാം. വാട്ട് ആർ ദേ? പ്യുവർ സബ്സ്റ്റൻസസ്, മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസസ് ഏതൊക്കെയാണ്? എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. അതൊക്കെ നിങ്ങൾക്കറിയാം. മിക്സ്ചേഴ്സ് ആർ ഓഫ് 2 types, homogeneous mixtures and heterogeneous mixtures. Homogeneous mixtures have the same composition throughout, whereas the heterogeneous mixtures do not have same composition throughout. Homogeneous mixtures examples ഒന്ന് ഓർത്ത് നോക്കൂ. ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് ആണ് സാൻഡും വാട്ടറും, ഓയിൽ, വാട്ടർ, എക്സെട്ര. ഇനി ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. മാറ്ററിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് വിതൗട്ട് ചേഞ്ചിങ് ദി കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി സബ്സ്റ്റൻസസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാണ്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ കോമ്പോസിഷനൊന്നും ചേഞ്ച് ചെയ്യേണ്ട. നമ്മളതിനെ ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് വായിച്ചെടുക്കാം. ഇസ്ന്റ് ഇറ്റ്? അതുപോലെ പ്രഷർ, ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, രാസമാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അതേസമയം there are certain properties, chemical properties, which can be measured only by changing the chemical composition. കെമിക്കൽ റിയാക്ഷൻസിലൂടെ മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്, അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ, ആസിഡിറ്റി, ബേസിസിറ്റി, കമ്പസ്റ്റബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നീട് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ഫോളോഡ് ബൈ എ യൂണിറ്റ്. ഇപ്പോൾ മാസിനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മാസ് 1 കിലോഗ്രാം, 2 കിലോഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഫോളോഡ് ബൈ എ യൂണിറ്റ്. അപ്പോൾ ഈ യൂണിറ്റ്സ് ഒക്കെ കൊണ്ടുവന്നത് ദ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം പ്രകാരം ദി SI സിസ്റ്റം എന്ന് പറയും, അബ്രീവിയേറ്റഡ് ആയിട്ട്. SI സിസ്റ്റത്തിൽ നമ്മൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാസ്, ലെങ്ത്, ടെമ്പറേച്ചർ, luminous intensity, amount of substance, time, electric current. അങ്ങനെ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതിൻ്റെയൊക്കെ യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്നും ഡിറൈവ് ചെയ്ത യൂണിറ്റ്സ് ലൈക്ക് ഡെൻസിറ്റി, പ്രഷർ, ഫോഴ്സ്, ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത യൂണിറ്റ്സ് ആണ്. ഇനി ചില ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. മാസ് ആൻഡ് വെയ്റ്റ്. മാസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. മാസിൻ്റെ ഡെഫിനേഷൻ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ആൻ ഒബ്ജക്റ്റ്. SI യൂണിറ്റ് ഇസ് കിലോഗ്രാം. അതേസമയം വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഈസ് ദി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ഫോഴ്സാണ്. ഗ്രാവിറ്റി ഒരു വസ്തുവിൻ്റെ മേൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വെയ്റ്റ് എന്ന് പറയുന്നത്. അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. അതേസമയം SI യൂണിറ്റ് ഓഫ് വെയ്റ്റ് ഇസ് ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ യൂണിറ്റാണ്, വിച്ച് ഇസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്.
മനസ്സിലായില്ലേ? വോള്യൂം എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? വോള്യൂം ഇസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. കാരണം അതിൻ്റെ യൂണിറ്റ് നോക്കിക്കോളൂ. SI യൂണിറ്റ് ഇസ് മീറ്റർ ക്യൂബ്. ലെങ്ത് എന്ന ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ. L ഇൻറ്റു L ആണ് വോള്യൂം എന്ന് പറയുന്നത്. ഓക്കെ, ഹൂസ് യൂണിറ്റ് വിൽ ബി മീറ്റർ ക്യൂബ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഒരെണ്ണം കൂടെ പറയുകയാണെങ്കിൽ ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് മാസ് പെർ യൂണിറ്റ് വോള്യൂം. മാസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് അല്ലേ? കിലോഗ്രാം ആണ് അതിൻ്റെ യൂണിറ്റ്. മാസ് ബൈ വോള്യൂം. വോള്യൂം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ല, വോള്യൂവും ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി തന്നെയാണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോള്യൂം, കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് അല്ലേ? അപ്പോൾ ഡെൻസിറ്റി ഈസ് യെറ്റ് അനദർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ക്ലിയർ ആയില്ലേ? ഇനി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമുക്ക് 3 ഡിഫറെൻറ്റ് സ്കെയിൽസിൽ മെഷർ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ. 30 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഫാരൻഹീറ്റിലേക്ക് മാറ്റണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇക്വേഷൻ ഇസ് ലൈക്ക് ദിസ്. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 9/5 of temperature in degree Celsius plus 32. അപ്പോൾ നമ്മൾ പറഞ്ഞത് 30 ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസിൻ്റെ അവിടെ എന്തെഴുതും? 30 അല്ലേ? പ്ലസ് 32. ഇങ്ങനെയാണ് നമുക്ക് ഈ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഈ 30 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് കെൽവിൻ സ്കെയിലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ ഇങ്ങനെയാണ്. ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ പ്ലസ് 273.15. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു കൺവേർട്ട് ഡിഗ്രി സെൽഷ്യസ് ടു കെൽവിൻ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ വലിയ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. ലൈക്ക് അവഗാഡ്രോ നമ്പർ 6022, ഒരു 23 സീറോസ് അതിൻ്റെ കൂടെ. അത് എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? 23 സീറോസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വളരെ ചെറിയ നമ്പേഴ്സ് ലൈക്ക് 0.0000 അങ്ങനെ ഒരു 19 സീറോയൊക്കെ ഇട്ടിട്ട് 19, 169 എന്നൊക്കെ പറഞ്ഞിട്ട് ചാർജിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ നമ്പേഴ്സിനെ അതുപോലെ ചെറിയ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നൊട്ടേഷൻ ഉണ്ട്, വിച്ച് ഇസ് നോൺ ആസ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ഞാനത് പറഞ്ഞു തരാണ്ട് നിങ്ങൾക്കറിയാം, പക്ഷേ ആ നൊട്ടേഷൻ സയൻറ്റിഫിക് നൊട്ടേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. സോ ദിസ് ഇസ് ദി നൊട്ടേഷൻ. 6.022 ഇൻറ്റു 10⁻23 ഇന്ന് നമ്മൾ എഴുതുന്ന ഈ രീതി ഉണ്ടല്ലോ, n ഇൻറ്റു 10⁻n, വേർ ഈ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ഇസ് ബിറ്റ്വീൻ 1.00 ആൻഡ് 9.999. ഈ സ്മോൾ n എന്ന് പറയുന്നത് എനി ഇൻറ്റജർ, നെഗറ്റീവ് ഓർ പോസിറ്റീവ് നമ്പേഴ്സ് ആവാം. അപ്പോൾ ഈ നൊട്ടേഷൻ ദാറ്റ് ഈസ് നോൺ ആസ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ഇനി 1.6 ഇൻറ്റു 10⁻⁻19 കൂളം, -19. ദിസ് ഈസ് ഓൾസോ അനദർ നമ്പർ. ഇത് ചാർജിൻ്റെ വാല്യൂ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഈ സയൻറ്റിഫിക് നൊട്ടേഷൻസിൻ്റെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്ങനെ ആഡ് ചെയ്യും, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യും, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും, എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നൊക്കെ അതൊന്നും ടീച്ചർ പറഞ്ഞു തരുന്നില്ല. ഇനി പ്രിസിഷൻ ആൻഡ് ആക്യുറസി എന്നുള്ള 2 ടേംസിലേക്ക് പോവാണ്. വാട്ട് ഈസ് പ്രിസിഷൻ? പ്രിസിഷൻ മീൻസ് ദി എഗ്രീമെൻറ്റ് ഓഫ് വാല്യൂസ്, എഗ്രീമെൻറ്റ് എമംഗ് ദി മെഷേർഡ് വാല്യൂസ് എന്ന് പറയാം. സപ്പോസ് സ്റ്റുഡൻ്റ് എ കുറേ മെഷർമെൻറ്റ്സ് നടത്തി. ഒരു വോളിയോമെട്രിക് അനാലിസിസിൽ സ്റ്റുഡൻ്റ് എക്ക് കിട്ടിയ മെഷർമെൻറ്റ്സ് ഇതൊക്കെയാണ്: 19.1, 19.5, 19.9 ml ആണ്. ഇനി ബി എന്ന സ്റ്റുഡൻറ്റിന് കിട്ടിയ വാല്യൂസ് 19.2, 19.3, 19.2. ഈ 2 വാല്യൂസ് നോക്കൂ നിങ്ങൾ. ബി എന്ന സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂസ് ഒരു എഗ്രിമെൻറ്റിലാണ് അല്ലേ? 2 തവണ സെയിം വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ തേർഡ് വാല്യൂ ആണെങ്കിൽ ഇതിനോട് ക്ലോസറുമാണ്. അതേസമയം
എ എന്ന സ്റ്റുഡൻറ്റിൻ്റെ 3 വാല്യൂസും ഡിഫറെൻ്റ് ആണ്, അവർ തമ്മിൽ ഒരു ക്ലോസ്നെസ്സും ഇല്ല, ഇസ്ന്റ് ഇറ്റ്? സോ ഈ ബി എന്ന സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂസ് ആർ മോർ പ്രിസൈസ് എന്ന് നമുക്ക് പറയാം. ഇനി മറ്റൊരു ടേം ഉണ്ട്, ആക്യുറസി. ആക്യുറസി റെഫേഴ്സ് ടു ദി ക്ലോസ്നെസ് ഓഫ് എ മെഷേർഡ് വാല്യൂ ടു ദി ട്രൂ വാല്യൂ. എത്രത്തോളം നമ്മൾ മെഷർ ചെയ്ത വാല്യൂ അതിൻ്റെ ഒറിജിനൽ വാല്യൂവിനോട് അടുത്താണോ അത്രയും ആക്യുറേറ്റ് ആണ് ആ വാല്യൂ എന്ന് നമുക്ക് പറയാം. സപ്പോസ് ഒരു സ്റ്റുഡൻറ്റ് ഒരു വസ്തുവിൻ്റെ മാസ് മെഷർ ചെയ്തു, എന്നിട്ട് 2.49 gram എന്ന് കിട്ടി. സപ്പോസ് എ got the value as 2.49, B got the value as 2.45 gram. The true mass of the substance is 2.50 gram. അപ്പോൾ ഏത് വാല്യൂ ആണ് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത്? എയുടെ വാല്യൂ ആണ് കൂടുതൽ ഒറിജിനൽ വാല്യൂ ആയിട്ട് ക്ലോസ് ആയിട്ടുള്ളത്. സോ ദിസ് ഇസ് മോർ ആക്യുറേറ്റ്. മനസ്സിലായല്ലോ ആക്യുറസി എന്താണെന്ന്? ഇനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഡെഫിനേഷൻ ഇതാണ്, മീനിങ് ഫുൾ ഡിജിറ്റ്സ് നോൺ വിത്ത് സർട്ടനിറ്റി. ഇനി നമുക്ക് കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 2, 3, 5, 6. 2, 3, 5, 6. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് ഇതിനകത്ത്? 4. കാരണം ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്, അല്ലേ? അതല്ലേ ഫസ്റ്റ് റൂള്. ഇനി 2006 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 എണ്ണം തന്നെയുണ്ട്. കാരണം സീറോസ് ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അടുത്തത് 0.01 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. കാരണം ലീഡിങ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. തുടക്കത്തിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ 1 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി 3600 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ ഉള്ളൂ. കാരണം ഈ ടെർമിനൽ സീറോസും സിഗ്നിഫിക്കൻ്റ് അല്ല, പ്രൊവൈഡഡ് ദർ ഇസ് എ കണ്ടീഷൻ. 36.00 ആണെങ്കിൽ അവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. ആ ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ സീറോസ് ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് 4. അല്ലെങ്കിൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇനി കൗണ്ടിങ് നമ്പേഴ്സ്, സേ 10 pence, 20 eggs, അങ്ങനെ എണ്ണമുണ്ടല്ലോ, എന്തിൻ്റെയെങ്കിലും എണ്ണം പറയുമ്പോൾ അങ്ങനെയുള്ള എണ്ണങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻഫിനിറ്റ് ആണ്. സപ്പോസ് ദി ക്വസ്റ്റ്യൻ ഇസ് 40 eggs. എത്രയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. മനസ്സിലായല്ലോ? ഒരു ക്വാണ്ടിറ്റിയെ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നിന്നും മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡൈമെൻഷണൽ അനാലിസിസ്, അല്ലെങ്കിൽ ഫാക്ടർ ലേബൽ മെത്തേഡ് ഓർ യൂണിറ്റ് ഫാക്ടർ മെത്തേഡ്. മെത്തേഡ് എങ്ങനെയാണ്? 1 meter is equal to 100 centimeter. ഇത് നമുക്കറിയാം. ഈ 1 meter by 100 centimeter ഒരു ഇക്വലൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ you can also write the equivalence as 100 centimeter by 1 meter. ഇതിൽ ഈ 1 meter by 100 centimeter അല്ലെങ്കിൽ 100 centimeter by 1 meter എന്നുള്ളതും ഓരോ യൂണിറ്റ് ഫാക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് 3 മീറ്റേഴ്സിനെ സെൻറ്റിമീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. നമ്മൾ ഇതിൽ നിന്നും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഫാക്ടറിനെ കണ്ടെത്തണം. അപ്പം അത് കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏത് യൂണിറ്റിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ യൂണിറ്റ് ന്യൂമറേറ്ററിൽ വരുന്ന യൂണിറ്റ് ഫാക്ടറിനെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 100 centimeter by 1 meter ഈ യൂണിറ്റ് ഫാക്ടറിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആ ക്വാണ്ടിറ്റിയോട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ് ഈക്വൽ ടു 3 meter into 100 centimeter by 1 meter. 3 meter, 1 meter. Meter and meter gets cancelled.
you get the answer as 300 centimeter. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റ് ഫാക്ടർ മെത്തേഡ്. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൊപ്പോസ്ഡ് ബൈ ആന്റോയിൻ ലവോയ്സിയർ. എന്താണ് ലോ? മാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? റിയാക്ടൻസിൻ്റെ മാസ് എത്രയാണോ അത്രയും തന്നെയായിട്ടാണ് നമ്മൾ പ്രോഡക്ട്സിൻ്റെ മാസും കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ വി ബാലൻസ് ഇറ്റ്. ഇനി അടുത്ത ലോ എന്താണ്? ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ ജോസഫ് പ്രൗസ്റ്റ്. ഇദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഒരു ഗിവൻ കെമിക്കൽ കോമ്പൗണ്ടിൽ എപ്പോഴും കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ കാർബണും ഓക്സിജനുമാണ് കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സ്. അവർ കമ്പൈൻ ചെയ്യുന്നത് ഒരേ പ്രൊപ്പോർഷനിലാണ്, അവരുടെ വെയ്റ്റിൻ്റെ ഒരേ പ്രൊപ്പോർഷനിലാണ് എപ്പോഴും അവർ കമ്പൈൻ ചെയ്ത് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാവുന്നത്. കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ എങ്ങനെയൊക്കെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായാലും ഇറ്റ് വിൽ ഓൾവേസ് കണ്ടെയ്ൻ 12 grams by weight of carbon and 32 grams by weight of oxygen. Law of multiple proportion എന്താണ്? Law of multiple proportion was proposed by Dalton. അപ്പോൾ ഡാൾട്ടൻ്റെ ഈ ലോ ഇതായിരുന്നു: ഇഫ് ദ സെയിം ടു എലമെൻറ്റ്സ് ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ഒന്നിലധികം കോമ്പൗണ്ട് സെയിം എലമെൻറ്റ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദി മാസ് ഓഫ് വൺ എലമെൻറ്റ് which combines with fixed mass of the other element will be in a simple whole number ratio. കാണിച്ചു തരാം. ഇല്ലുസ്ട്രേഷൻ ഇപ്പോൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ സെയിം ടു എലമെൻറ്റ്സ്, ഇപ്പോൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ചേർന്നിട്ട് വാട്ടർ ഫോം ചെയ്യുന്നു. അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നു. അപ്പം ഇതിൽ ഹൈഡ്രജൻ്റെ മാസ് രണ്ട് കോമ്പൗണ്ടിലും ഇറ്റ് ഇസ് 2 gram ഈച്ച് അല്ലേ? അതേസമയം ഓക്സിജൻ്റെ മാസ് നോക്കൂ, ഇതിൽ 16 gram ആണ്, ഇതിൽ 32 gram ആണ്. അപ്പോൾ ഇതിൽ ഓക്സിജൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ കിട്ടും? 1:2. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ് ഓക്സിജൻ്റെ മാസ്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. അപ്പോൾ ഇതേ കാര്യം തന്നെ ഇപ്പോൾ കാർബണും ഓക്സിജനും റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും, കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ സൾഫറും ഓക്സിജനും ചേർന്നിട്ട് സൾഫർ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്, സൾഫർ ട്രയോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. നൈട്രജനും ഓക്സിജനും ചേർന്നിട്ട് പലതരം ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഫോം ചെയ്യും. അപ്പോൾ ഇവരൊക്കെ ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യും. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് അതിതാണ്: വെൻ gases react or are produced in a chemical reaction, they do so in a simple whole number ratio provided they are at the same temperature and pressure. ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും ഗ്യാസസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയോ ഉണ്ടാകുകയോ ചെയ്താൽ അവരെപ്പോഴും അവരുടെ വോള്യത്തിൻ്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോസിലാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നത്. അതാണ് അർത്ഥം. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്ലസ് ഓക്സിജൻ ഗ്യാസ് ഫോമിങ് വാട്ടർ വേപ്പർ. ഇതിൽ ഹൈഡ്രജൻ 100 ml റിയാക്ട് ചെയ്താൽ ഓക്സിജൻ 50 ml ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വോള്യത്തിൻ്റെ റേഷ്യോ എത്രയാണ്? 2:1, isn't it? അപ്പോൾ ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. ഇനി അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ എന്താ പറയുന്നത്? അണ്ടർ ദി സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും ഈക്വൽ വോള്യത്തിലുള്ള ഗ്യാസസിൽ ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണവും തുല്യമായിരിക്കുന്നു. ഇപ്പോൾ 50 ലിറ്റർ ഓക്സിജൻ ഗ്യാസും 50 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് സെയിം ആയിരിക്കും. ഇപ്പോൾ 1000 മോളിക്യൂൾസ് ആണ് 50 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസിൽ ഉള്ളതെങ്കിൽ 50 ലിറ്റർ ഓക്സിജൻ ഗ്യാസിൽ 1000 മോളിക്യൂൾസ് തന്നെയായിരിക്കും ഉള്ളത്. കണ്ടീഷൻ എന്താണ്? ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിരിക്കണം. മനസ്സിലായി? ദാറ്റ് ഈസ് അവഗാഡ്രോസ് ലോ.
ഇനി നമുക്ക് എന്താണ് ആറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ് എന്നൊക്കെ നോക്കാം. വാട്ട് ഈസ് ആറ്റോമിക് മാസ്? മാസ് ഓഫ് എ സിംഗിൾ ആറ്റം ഈസ് നോൺ ആസ് ആറ്റോമിക് മാസ്. അത് നമ്മൾ ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റ് AMU, കുറച്ചും കൂടെ റീഫൈൻഡ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് യൂണിഫൈഡ് മാസ് റെപ്രസെൻറ്റഡ് ബൈ U. മനസ്സിലായല്ലോ. ഇനി മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ മാസാണ്. ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ മാസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റിലാണ്. ആറ്റോമിക് മാസ് യൂണിറ്റിനെ ഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 AMU is equal to 1.66056 into 10 raised to minus 24 grams. ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി മോൾ കൺസെപ്റ്റാണ്. വാട്ട് ഡു യു മീൻ ബൈ മോൾ? 1 mole means the amount of substance which contains Avogadro number of particles. ഏതൊരു വസ്തുവിൻ്റെയും അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അടങ്ങിയിരിക്കുന്ന ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 mole എന്ന് പറയുക അല്ലേ. എ പെയർ എന്ന് പറഞ്ഞാൽ 2 അല്ലേ. എ ഡസൻ എന്ന് പറഞ്ഞാൽ 12. അതുപോലെ 1 mole എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവഗാഡ്രോ നമ്പർ, അതായത് NA എന്നാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ. 6.022 ഇൻറ്റു 10 raised to 23 പാർട്ടിക്കിൾസ്. ഇപ്പോൾ 1 mole ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 6.022 ഇൻറ്റു 10 raised to 23 മോളിക്യൂൾസ് ഉള്ള ഹൈഡ്രജൻ ഗ്യാസ്, അതാണ് ക്വാണ്ടിറ്റി. ഓക്കെ. ഇനി വാട്ടർ ആണെന്ന് വിചാരിക്കും. അതിനകത്ത് 1 mole ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇനി മോളാർ മാസ്, MOLAR, മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിൻ്റെ മാസാണ്. അത് നമ്മൾ ഗ്രാംസിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് തന്നെയാണ് ന്യൂമറിക്കലി ഈ മോളാർ മാസ് എന്ന് പറയുന്നത്, ബട്ട് ദ യൂണിറ്റ് ഇസ് ഗ്രാംസ്. മോളിക്കുലാർ മാസ് റെപ്രസെൻറ്റഡ് ഇൻ ഗ്രാംസ് ആണ് മോളാർ മാസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. 1 molecule ഓഫ് വാട്ടർ H2O, മോളിക്യൂൾ എന്നാണ് ടീച്ചർ പറഞ്ഞത്. H2Oൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1 യൂണിഫൈഡ് മാസാണ് ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ്. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 16 ഇൻറ്റു 1 ഈക്വൽ ടു 18U, മോളിക്കുലാർ മാസ്. ഇനി മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. 2 ഇൻറ്റു 1 പ്ലസ് 16 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 18 grams. ഓക്കെ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ യൂണിറ്റ് ഓർക്കുക. മോളിക്കുലാർ മാസ് യൂണിഫൈഡ് മാസിലാണ്, മോളാർ മാസ് ഗ്രാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമ്മൾ മോളിക്കുലാർ മാസിന് പകരം ഫോർമുല മാസ് എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ആയിട്ടല്ല ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ അയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ അയോൺസ് ആയിട്ട്, പക്ഷേ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഉണ്ടാവും. അവർ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മോളിക്കുലാർ മാസിന് പകരം ഫോർമുല മാസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇറ്റ് മീൻസ് ദ സെയിം. മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരേപോലെ തന്നെയാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന ഒരു ടേം എന്താണെന്ന് നോക്കാം. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ ഒരു എലമെൻറ്റിൻ്റെ കോമ്പോസിഷൻ പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. കാർബൺ ഡയോക്സൈഡിൽ കാർബണിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എത്രയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ മോളാർ മാസ് 12 + 32 = 44 grams. ഇതിൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് കാർബൺ ഇസ് ഈക്വൽ ടു, ഒരു കാർബണേ ഉള്ളൂ, സോ 12 ഇൻറ്റു 1. 12 എന്താണ്? കാർബണിൻ്റെ മോളാർ മാസാണ്, ആറ്റമിക് മാസാണ്, ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു 100. ഇങ്ങനെയാണ്
കാർബണിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. ഇനി ഓക്സിജൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ 100 മൈനസ് കാർബണിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ചെയ്ത്. ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് മീൻസ് ദ റിയാക്റ്റൻറ്റ് വിച്ച് ഗെറ്റ്സ് കൺസ്യൂംഡ് ഫസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആദ്യം തീർന്നു പോകുന്ന റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇപ്പോൾ 2 റിയാക്റ്റൻസ് ഉണ്ടെങ്കിൽ 2 പേരും ഉണ്ടെങ്കിലേ പ്രോഡക്റ്റ്സ് നടക്കൂ, പ്രോഡക്റ്റ് ഫോർമേഷൻ നടക്കൂ ഇല്ലേ. ഒരാൾ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രോഡക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ആരാണോ തീർന്നു പോകുന്നത് അയാളാണ് ആ റിയാക്ഷൻ്റെ ഗതിയെ തീരുമാനിക്കുന്നത്. സോ ദാറ്റ് പേഴ്സൺ ഇസ് നോൺ ആസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സപ്പോസ് ഹൈഡ്രജൻ ആൻഡ് oxygen is reacting to form water, H2O. ഈ ഇക്വേഷൻ പ്രകാരം 2 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നുണ്ട്, 16 gram ഓക്സിജൻ റിയാക്ട് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നത് 18 grams ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും സെയിം, ഒരു 10 gram ഹൈഡ്രജനും 10 gram ഓക്സിജനും റിയാക്ട് ചെയ്യുന്നു. ഹൂ ഈസ് ദി ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നാണ് ചോദ്യമെങ്കിൽ ഹൗ വിൽ യു ഫൈൻഡ് ദാറ്റ്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നമ്മളിതിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് നോക്കുക. 2 gram ഹൈഡ്രജന് എത്ര ഗ്രാം ഓക്സിജൻ വേണം? 16 gram ഓക്സിജൻ വേണം റിയാക്ട് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ 10 gram ഹൈഡ്രജന് എത്ര വേണ്ടി വരും? 2 പേരുടെയും നമ്മളിപ്പോൾ പറഞ്ഞത് 10 grams ഈച്ചാണ്. ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഇനി കണ്ടുപിടിക്കുക തന്നെയാണെങ്കിൽ ഹൗ വിൽ യു ഫൈൻഡ് ഇറ്റ് ഔട്ട്? 16 gram ഡിവൈഡഡ് ബൈ 2 gram ഇൻറ്റു 10. എത്രയായിരിക്കും ആൻസർ? 16 by 2 8. 8 ഇൻറ്റു 10 80 grams ആയിരിക്കും അല്ലേ. അപ്പോൾ 10 gram ഹൈഡ്രജന് 80 gram ഓക്സിജൻ വേണം ശരിക്കും വാട്ടർ ഫോർമേഷൻ നടക്കാൻ ഇല്ലേ. ഇപ്പോൾ എത്ര ഗ്രാം മാത്രമാണുള്ളത്? 10 gram ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ആരാണ് തീർന്നു പോവുക? ആദ്യം ഓക്സിജൻ അല്ലേ തീർന്നു പോവുക. കാരണം 80 ഓക്സിജൻ ഇല്ല, 10 gram ഓക്സിജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഹൈഡ്രജൻ അവിടെ ബാക്കി ഉണ്ടാവും. ഓക്കെ, സോ ഓക്സിജൻ ഇസ് ദി ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി ഈ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ബേസ് ചെയ്തിട്ട് എത്ര വാട്ടർ ഫോം ചെയ്തു എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഓർക്കേണ്ടത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. ഈ പർട്ടിക്കുലർ റിയാക്ഷനിൽ എത്ര വാട്ടർ ഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് വാട്ടറും ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യണം അല്ലേ. ഇവിടെ 18 grams ഓഫ് വാട്ടർ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ക്വാണ്ടിറ്റി വെച്ചിട്ട് ആ പ്രോഡക്റ്റിനെ കണ്ടുപിടിക്കുക, പ്രോഡക്റ്റിൻ്റെ മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഓക്സിജൻ ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ക്വാണ്ടിറ്റി 10 grams, അത് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ എഴുതണം, 16 grams ഓഫ് ഓക്സിജൻ വിൽ പ്രൊഡ്യൂസ് 18 gram ഓഫ് water. Therefore 10 grams of oxygen എത്ര വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും? 18 by 16 into 10. So much grams. This is how you find the quantity of the product formed. മനസ്സിലായില്ലേ? ഇനി എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആറ്റംസിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ് എംപിരിക്കൽ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം മോളിക്കുലാർ ഫോർമുല റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ആ കോമ്പൗണ്ടിലെ അടങ്ങിയിരിക്കുന്ന എല്ലാ ആറ്റംസിൻ്റെയും എക്സാക്റ്റ് നമ്പറാണ് മോളിക്കുലാർ ഫോർമുല. ഫോർ എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ C6H12O6 ഗ്ലൂക്കോസ് മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ 6 കാർബൺ ആറ്റംസ്, 12 ഹൈഡ്രജൻ ആറ്റംസ്, 6 ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് അല്ലേ. ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ്. കാരണം ഇറ്റ് റെപ്രസെൻറ്റ്സ്
the exact number of atoms contained in a compound. അതേസമയം എംപിരിക്കൽ ഫോർമുല അതിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ് തരുന്നത് ആറ്റംസിൻ്റെ. അതായത് ഇപ്പോൾ ഈ മോളിക്കുലർ ഫോർമുലയെ നമ്മളൊരു കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6H2O എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എംപിരിക്കൽ ഫോർമുല. ദിസ് ഇസ് ദി മോളിക്കുലാർ ഫോർമുല. ക്ലിയർ? ഇനി എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പ്രോബ്ലം ചെയ്യും. എ കോമ്പൗണ്ട് ഇസ് ഫോംഡ് ബൈ അയൺ ആൻഡ് ഓക്സിജൻ ഇൻ വിച്ച് ദി കോമ്പോസിഷൻ ഓഫ് അയൺ ഇസ് 69.9% and that of oxygen is 30.1%. The molar mass of the compound is 159.7 grams. Find the empirical formula and the molecular formula. അപ്പോൾ ആദ്യം നമുക്ക് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാം, എന്നിട്ട് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ കോളം പോലെയൊക്കെ വരയ്ക്കണ്ട, ജസ്റ്റ് എഴുതാം. ആറ്റം. ഫസ്റ്റ് ആറ്റം ഇസ് അയൺ, സെക്കൻഡ് ആറ്റം ഇസ് ഓക്സിജൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ 69.9, ഓക്സിജൻ 30.1. ഇനി ഇവരുടെ ആറ്റോമിക് വെയ്റ്റ് അയണിൻ്റെ 55.85 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്സിജൻ്റെ 16. ഇനി ഇവരുടെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ടത്? മാസ് ബൈ മോളാർ മാസ്. അതിന് വേണ്ടി നമുക്ക് ഈ പെർസെൻറ്റേജ് കോമ്പോസിഷൻ മാസ് ആയിട്ട് എടുക്കാം. അപ്പോൾ 69.9 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 55.85. ഇത് ഏകദേശം 1.25 ആയിട്ട് കിട്ടും നമുക്ക്. ഇനി ഇവിടെ 30.1 divided by 16, you will get it approximately as 1.88. ഇനി ചെയ്യേണ്ടത് റേഷ്യോ ഓഫ് മോൾസ്. റേഷ്യോ ഓഫ് മോൾസ് കാണാൻ വേണ്ടിയിട്ട് ഈ മോൾസിൽ ഏറ്റവും ചെറിയ വാല്യൂ ആരുടെയാണോ ആ ചെറിയ വാല്യൂ ഉപയോഗിച്ച് വേറെ എല്ലാ നമ്പർ ഓഫ് മോൾസിനെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1.25 ആണ് ചെറുത്. സോ 1.25 ഡിവൈഡഡ് ബൈ 1.25 ഈക്വൽ ടു 1. 1.88 divided by 1.25, you will get it somewhat like this. 1.50 something ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ റേഷ്യോ കിട്ടി. ബട്ട് ദാറ്റ് റേഷ്യോ ഇസ് നോട്ട് ഇൻ ഹോൾ നമ്പേഴ്സ്. നമുക്ക് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആയിട്ടാണ് കിട്ടേണ്ടത്. കാരണം എംപിരിക്കൽ ഫോർമുല ഇസ് ദി സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ റേഷ്യോ നമ്മൾ എന്താക്കി മാറ്റണം? ഹോൾ നമ്പർ ആക്കി മാറ്റണം. അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ 1.5നെ ഹോൾ നമ്പർ ആക്കാനായിട്ട് ഒരു ഇൻറ്റിജർ കൊണ്ട്, സൂട്ടബിൾ ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ്റെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ അയേണിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടില്ലേ? സോ ഇറ്റ് ബിക്കംസ് എ ഹോൾ നമ്പർ. അപ്പം യു വിൽ മൾട്ടിപ്ലൈ ബോത്ത് അയൺ ആൻഡ് ഓക്സിജൻ റേഷ്യോസ് ബൈ 2. അപ്പോൾ അയണിൻ്റെ 1 into 2 നമുക്ക് 2 എന്ന് കിട്ടും. ഓക്സിജൻ്റെ 1.5 into 2 you will get it as 3. അപ്പോൾ ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല Fe2O3. മനസ്സിലായില്ലേ? മോളിക്കുലർ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കും? എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N ആണ് മോളിക്കുലർ ഫോർമുല. ഇനി N എങ്ങനെ കണ്ടുപിടിക്കും? N is മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ നമുക്ക് മോളിക്കുലർ മാസ്
മോളാർ മാസ് തന്നിട്ടുണ്ട് 159.7 gram. ഈ 159.7 യൂണിഫൈഡ് മാസ്. എംപെരിക്കൽ ഫോർമുല മാസ് Fe2O3 ആയിരുന്നല്ലോ. Fe2O3 ദാറ്റ് ഈസ് 55.85 into 2 plus 16 into 3. The value comes as 159.7 gram itself. Okay. So N is 1. അപ്പോൾ ഈ പർട്ടിക്കുലർ കേസിൽ മോളിക്കുലാർ ഫോർമുലയും എംപെരിക്കൽ ഫോർമുലയും ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന പല മെത്തേഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇസ് മാസ് പെർസെൻറ്റ്. മാസ് പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 10 gram sugar, 10 gram sugar in 90 gram water. ഇതിൽ ഷുഗറിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ അത് കാണുന്നത് എങ്ങനെയാണ്? മാസ് പെർസെൻറ്റ് ഓഫ് ഷുഗർ ഈസ് മാസ് ഓഫ് ഷുഗർ എത്രയാണ്? 10 gram ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ. ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 10 gram പ്ലസ് 90 gram ദാറ്റ് ഈസ് 100 gram ഇൻറ്റു 100. കാരണം ഇത് മാസ് പെർസെൻ്റ് ആണ്, പെർസെൻറ്റേജിലാണ് നമ്മൾ കാണുന്നത്. ഇനി വാട്ടറിൻ്റെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 90 gram ബൈ 100 gram ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ അതാണ് മാസ് പെർസെൻറ്റേജ്. ഇനി molarity. Molarity is represented by capital M. Number of moles of solute. Solute divided by volume of solution in liters. ഇതിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണും? നമ്പർ ഓഫ് മോൾസ് ഇസ് മാസ് ബൈ മോളാർ മാസ്. അറിയാലോ? സോ ദാറ്റ് ഇസ് molarity. വോളിയം ഓഫ് സൊല്യൂഷൻ്റെ ആണ്, സൊല്യൂഷൻ്റെ വോളിയമാണ് ലിറ്റേഴ്സിൽ. ഇനി മറ്റൊരു മെത്തേഡ് molality. Molality is represented in small m. ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം. സോൾവെൻറ്റിൻ്റെ ആണ്, അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കണം. മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം. ഓക്കെ, ഇനി മൊളാരിറ്റിയും തമ്മിൽ മറ്റൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊളാരിറ്റി RITY നമ്മൾ ആദ്യം പറഞ്ഞത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ടെമ്പറേച്ചർ. കാരണം വോളിയം ടെമ്പറേച്ചർ അനുസരിച്ച് ചേഞ്ച് ആവും, പക്ഷെ മാസ് ചേഞ്ച് ആവില്ല. സോ മൊളാലിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, ബട്ട് മൊളാരിറ്റി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, ഇനി മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോൾ ഫ്രാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കൈ എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളാണ്. കൈ, CHI, കൈ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. സപ്പോസ് നമുക്ക് രണ്ട് കമ്പണൻസ് ഉണ്ട്, A ആൻഡ് B. അതിൽ കമ്പണൻറ്റ് എയുടെ നമ്പർ ഓഫ് മോൾസ് NAയും കമ്പണൻറ്റ് ബിയുടെ നമ്പർ ഓഫ് മോൾസ് NB ആണെന്ന് വിചാരിക്കുക. അതിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് കൈ A വിൽ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് A ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് moles. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് B വിൽ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് B ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് moles. And also chi A plus chi B will be equal to 1 or unity. എത്ര തന്നെ കമ്പണൻസ് ഉണ്ടായിക്കോട്ടെ, എല്ലാ കമ്പണൻസിൻ്റെയും മോൾ ഫ്രാക്ഷനെ നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? യൂണിറ്റി അല്ലെങ്കിൽ 1 കിട്ടും. അപ്പോൾ ഹൗ ഡു യു ഡിഫൈൻ മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പണൻറ്റ് is defined as the ratio of number of moles of any one component to the total number of moles of all the components in the mixture അല്ലെങ്കിൽ solution.
ഫസ്റ്റ് യൂണിറ്റ് ഇപ്പോൾ ഏകദേശം ഓർത്തെടുത്തില്ലേ. അപ്പോൾ ഇതുപോലെ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലെസനുമായിട്ട് വരാം. എല്ലാ യൂണിറ്റ്സും ഡിസ്കസ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.